ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രൂ ടോക്സിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുങ്കുമപ്പൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഗർഭകാലത്ത് കുങ്കുമപ്പൂ കഴിക്കണം എന്നൊക്കെ പലരും പറയാറുണ്ട് അല്ലേ. കുഞ്ഞിന് നിറം വെക്കണമെങ്കിൽ കുങ്കുമപ്പൂ കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുങ്കുമപ്പൂ കഴിക്കുന്നത് എത്രത്തോളം കഴിക്കാം, അല്ലെങ്കിൽ ഏത് ടൈം മുതലാണ് കഴിക്കേണ്ടത്, ഒരു ദിവസം ഏത് സമയത്താണ് നമ്മൾ കഴിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം, എന്തൊക്കെയാണത് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കേൾക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതായത് കുങ്കുമപ്പൂ നമ്മൾ ഒരു 5-ാം മാസം മുതലാണ് കുങ്കുമപ്പൂ കഴിക്കുന്നത് നല്ലത്. കാരണം 5-ാം മാസത്തിന് മുന്നേ, അതായത് തുടക്കം ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ നമ്മൾ ശരീരത്തിന് ചൂട് നൽകുന്ന ഭക്ഷണങ്ങളെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് കുങ്കുമപ്പൂ ഇച്ചിരി ചൂട് തരുന്ന, ശരീരത്തിന് ചൂട് തരുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടൈമിൽ അത് ഒഴിവാക്കുക. ഒരു 5-ാം മാസം മുതൽ ഒക്കെ നിങ്ങൾക്ക് കഴിച്ചു തുടങ്ങാം. എങ്കിൽ പോലും നിങ്ങൾ ഡോക്ടറുടെ അഡ്വൈസ് തേടിയിട്ട് മാത്രമേ അത് ഫുഡിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. പിന്നെ കുങ്കുമപ്പൂ കഴിച്ചാൽ കളർ വയ്ക്കും എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ല. പിന്നെ പലരുടെയും ഒരു വിശ്വാസം, അല്ലെങ്കിൽ കേട്ടുകേൾവി അങ്ങനെ പറഞ്ഞ് കഴിച്ചിട്ടുള്ള. പക്ഷേ ആദ്യത്തെ മാസങ്ങളിൽ നമ്മളത് കഴിക്കാൻ പാടില്ല. ആദ്യമേ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ജീനനുസരിച്ച് കുഞ്ഞിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഓൾറെഡി തീരുമാനമായിട്ടുണ്ടാവും. അതുകൊണ്ട് കളറിൻ്റെ കാര്യം എന്നല്ല, അല്ലാതെ തന്നെ മറ്റുള്ള കുറേ ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് മോർണിംഗ് സിക്നെസ്സും അതുപോലെ അസിഡിറ്റി, ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ നമുക്കുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും ഒക്കെ കൊണ്ട് നമുക്ക് ദഹന പ്രക്രിയ സാവധാനമാവും, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ നടക്കാറില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് കുങ്കുമപ്പൂ പാലിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒന്നാണ് അല്ലേ സ്ട്രെസ് ഫാക്ടർ. എല്ലാവർക്കും, ഭൂരിഭാഗം ആളുകൾക്കും സ്ട്രെസ് ഉണ്ടാകും. സ്ട്രെസ് ബ്രെയിനിനും അല്ലെങ്കിൽ ശരീരത്തിൽ എല്ലാ ഭാഗത്തും നമുക്കത് ഫീൽ ചെയ്യും. കണ്ണിന് കാഴ്ച കുറയുന്ന പോലെയോ, കണ്ണിന് ഭയങ്കര ടയർഡ് ഫീലിങ്, അങ്ങനെയൊക്കെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ചിലവർക്ക് ഡെലിവറി കഴിയുമ്പം കാഴ്ച സംബന്ധമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കണ്ണ് ഗ്ലാസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ പവർ മാറുക, കൂടുക, കുറയുക, അങ്ങനെ വേരിയേഷൻസൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ കുങ്കുമപ്പൂ ഇട്ട് കാച്ചിയ പാല് കുടിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ആശ്വാസം കിട്ടും. പിന്നെ വരുന്നതാണ് നമുക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ നടക്കും. അതുപോലെ ഈ മസിൽസിനൊക്കെ നല്ലൊരു സ്ട്രെങ്ത്ത് കിട്ടും ഇത് കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നോർമൽ ഡെലിവറിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടെയാണ് ഈ കുങ്കുമപ്പൂ ഇട്ട് പാല് കുടിക്കുന്നത്. അപ്പോൾ അത് നോർമൽ ഡെലിവറിയെ സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ വരുന്ന വേറൊരു കാര്യം, പ്രഗ്നൻസി ടൈമിൽ ബി പി കൂടും, ബി പി വേരിയേഷൻസ് ഉണ്ടാവും. ചിലർക്ക് ബി പി കൂടും, ചിലർക്ക് ബി പി കുറയും. അപ്പം അങ്ങനെയുള്ള ബി പി സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഈ കുങ്കുമപ്പൂ ഇട്ട് കാച്ചിയ പാല് കുടിക്കുന്നത് ഒരു പരിഹാര മാർഗമാണ്. ഇനി എത്ര ക്വാണ്ടിറ്റി നമുക്ക് ഒരു ദിവസം കഴിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. അതായത് കുങ്കുമപ്പൂ, അതായത് ചൂടുള്ള ടൈം, സമ്മർ സീസണിലാണെങ്കിൽ നിങ്ങൾക്ക് ആ കുങ്കുമപ്പൂവിൻ്റെ 2 ഇതള് പാലിലിട്ട് കാച്ചി, നല്ലപോലെ കാച്ചി, അപ്പോൾ അതിൻ്റെ കളറ് ഒരു യെല്ലോയിഷ് കളർ പോലെ പാല് മാറും. നല്ല രീതിയിൽ തിളപ്പിച്ച് നല്ല രീതിയിൽ കാച്ചിയ ശേഷം മാത്രം അല്പം മധുരം ചേർത്ത് കുടിക്കാം. അതും രാത്രി സമയങ്ങളിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ പാല് കുടിച്ച് കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം, ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഉറക്കത്തിന് ഭയങ്കര കുറവായിരിക്കും. ഉറക്കം ശരിയായ രീതിയിൽ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവരൊക്കെ ആണെങ്കിൽ ഈ പാല് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. അതുപോലെ തണുപ്പുള്ള ടൈമാണെങ്കിൽ നിങ്ങൾക്കൊരു 4 ഇതൾ വരെ ചേർക്കാം. അപ്പം രാത്രി ടൈമിൽ നിങ്ങൾക്ക് കുടിക്കാം. പാല് ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾക്കിത് പാലിൽ ഇട്ട് കാച്ചി കുടിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡെയിലി കുടിക്കുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഡോക്ടറുടെ അഡ്വൈസ് കിട്ടിയ ശേഷം മാത്രം ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിനായിരിക്കും അറിയാവുന്നത്. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഏത് ഫുഡും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുങ്കുമപ്പൂ കഴിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം. ഈ രീതിയിലൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.